തുടക്കം നമുക്ക് കാട്ടിത്തരുന്നത് വിക്കി ഭാസ്കറിന് കൊടുത്ത സിറ്റിയാണ്. അവിടെ ഒരാൾ 2 സെർവൻറ്റിനെയും കൊണ്ട് ജോലി ചെയ്യിക്കുന്നുണ്ട്. അദ്ദേഹം അവരോട് പറയുന്നു, ഇന്നാണ് നമ്മുടെ പുതിയ വൈസ് കൗൺസിലർ ഇങ്ങോട്ട് വരുന്നത്. എല്ലാ സ്ഥലവും നല്ല വൃത്തിക്ക് നിങ്ങൾ ജോലി ചെയ്തിട്ടണം. പിന്നെ അവിടെയുള്ള 2 സെർവൻറ്റുകൾ നമ്മളെ ഹീറോയിനെ പറ്റി പറയാം, വരുന്ന ആളെങ്ങനെ ഉണ്ടാവുന്ന പോലെ എന്നൊക്കെ. അപ്പം തന്നെ മറ്റേ സെർവൻറ്റ് പറഞ്ഞു, വരുന്ന വൈസ് കൗൺസിലർ ഒരു ചെറുക്കനാന്ന് ഞാൻ പറയുന്നത് കേട്ട്. ആ ടൈമിലാണ് നമ്മളെ ഹീറോ അതിലൂടെ നടന്നാണ്ട് കൗൺസിലിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഇതാണ്ടതും അതിലുള്ളൊരു സെർവൻറ്റ്, ഏയ് ചെറുക്കാ നീ എങ്ങോട്ടാടാ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ്റെ അടുത്ത് നിന്നാണ് രണ്ടാമത്തെ സെർവൻറ്റ് അവനെ തോൾ പിടിച്ച്, ചെറുക്കാ ഇത് കുട്ടികൾക്ക് പറ്റിയ സ്ഥലമല്ല, കൈയെടുക്കടാ എൻ്റെ ദേഹത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഹീറോ അവന് ഹൂഗോ കൊടുത്ത വൈസ് കൗൺസിൽ ലെറ്റർ അവർക്ക് കാട്ടിക്കൊടുക്കുക. ഇത് കണ്ട 2 സെർവൻറ്റും അന്തം വിട്ടു. അപ്പോൾ തന്നെ നമ്മളെ വിക്കി പറഞ്ഞു, ഒരു പാർട്ടിക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈസ് കൗൺസിലറായ വിക്കി അകത്തോട്ട് കയറി പോന്നു. പിന്നീട് നമുക്ക് അവിടെ തന്നെ അവിടെ വലിയൊരു പാർട്ടി നടക്കുകയാണ്. അവിടെ എല്ലാ പ്രമുഖമായ ഗസ്റ്റുകളും അങ്ങോട്ട് വന്നിരിക്കണേ. ഇത് കണ്ടാണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ചിവ. അദ്ദേഹം അവിടുത്തെ ഒരു മാനേജറാണ്. അദ്ദേഹം ഇതൊക്കെ കണ്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമതേ അവരുടെ സിറ്റി ഇപ്പോൾ വെറും ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം പ്രീവിയസ് കൗൺസിലർ അദ്ദേഹം പോയതിനു ശേഷം നല്ലൊരു കൗൺസിലറിനെ കിട്ടുമെന്ന് കരുതുമ്പോൾ അതും വർക്ക് പ്ലേസിലൊരു വലിയ പാർട്ടി നടത്തുന്ന ഈ ലിറ്റിൽ ബാസ്റ്റേർഡ്. എനിക്ക് ഈ സിറ്റിൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സിറ്റി നശിച്ചാൻ പോവാണ് ഇവൻ്റെ കയ്യിൽ വെച്ച്. വിക്കി അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് ചോദിക്കാണ്, നീയാണോ ഓഫീസ് മാനേജർ? ഇത് കേട്ട ചിവ പെട്ടെന്ന് പേടിച്ച് വൈസ് കൗൺസിലർ എന്ന് വിളിച്ചുകൊണ്ട് വിക്കി ഭാസ്കർ അദ്ദേഹത്തിനോട് പറയുന്നത്, ഞാനാണ് പുതിയതായി ജോയിൻ ചെയ്ത വൈസ് കൗൺസിലർ. മാനേജർ സ്വന്തമായി അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് വിക്കി ഭാസ്കറിനെ. അപ്പോൾ നിൻ്റെ പേര് ചിയോൺ ഉവ അല്ലേ? നിനക്ക് മിഡിൽ നെയിമില്ല, അതിനർത്ഥം നീ ഔട്ട്സൈഡ് ക്ലാനിൽ നിന്നാണ്. അപ്പോൾ നീ ഈ ബെഡ് ലൈനിൽ നിന്നുള്ള ആളല്ലേ? ഇത് കേട്ട ചിവ പറഞ്ഞു, സാർ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ വിക്കി ഭാസ്കർ, എനിക്ക് നിന്നെ പറ്റി. ഞാൻ ഇങ്ങോട്ട് വന്നത് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അറിയാനാ. അതും അവിടെ ഇവിടെയൊന്നുമല്ല, നീ ഡയറക്റ്റായി എന്നോട് തന്നെ പറയേ. വിക്കി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നീ ഇവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുത്തെ സിറ്റുവേഷനും നല്ലപോലെ അറിയാം. എനിക്കറിയേണ്ടത് ഇവിടെയുള്ള ആളുകളെ പറ്റിയാണ്. മാനേജറിൻ്റെ മേശമേലുള്ളൊരു ബുക്ക് വിക്കി ഭാസ്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനത് തുറന്നു വായിച്ചു. അതിലുള്ളത് ഫുള്ള് ആ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ്. പോരാത്തിന് നമ്മളെ വിക്കി ഭാസ്കർ അദ്ദേഹത്തിനോട് ചോദിച്ചു, മാനേജർ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിച്ചോ? താങ്കളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തു തോന്നുന്നു താങ്കളുടെ ജോലി കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിക്കി ഭാസ്കർ ഫുള്ള് പെട്ടെന്ന് വായിച്ചു തീർത്തു. ഇത് കണ്ടതും നമ്മളെ മാനേജർ ചോദിച്ചു, താങ്കളത് വായിച്ചു തീർത്തോ? വിക്കി ഭാസ്കർ പറഞ്ഞു, ഇത് ഞാൻ ഫുള്ള് വായിച്ചു തീർത്തു. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ മെയിനായി നടക്കുന്നത് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആണല്ലേ? അത് നടക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മുടെ സിറ്റിയിലേക്ക് വരേണ്ട പണമൊക്കെ അവിടെ ചെന്ന് ചേരുന്നു. അപ്പോൾ അത് കേട്ടത് മാനേജർ ആകാന്തം വിട്ടു. ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഇദ്ദേഹം ഇത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുത്തോ? നമ്മൾ വിക്കി ഭാസ്കർ പറഞ്ഞു, ഇതിൻ്റെ മുന്നേ ഉള്ള ലോയൊക്കെ ഇതിൻ്റെ മുന്നത്തെ കൗൺസിലർ ചേർത്തതായിരിക്കാം. പക്ഷേ ഇനി തൊട്ട് ഞാൻ പറയുന്ന ഓരോ ലോസും നമ്മുടെ സിറ്റിയിൽ പുതുതായി ചെയ്തു വെക്കണം. നീ തുടക്കം തന്നെ എനിക്കൊരു നല്ല ലോ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ എനിക്കൊരു റീസൺ വേണം. അപ്പോൾ മാനേജർ ചോദിച്ചു, താങ്കൾക്ക് എന്തിനാണ് ഇതിന് റീസൺ വേണ്ടത്? അവർ ഇല്ലീഗലായ കാര്യമല്ലേ ചെയ്യുന്നത്? വിക്കി പറയുന്നു, ഞാൻ ഈ സിറ്റിയിലെ പുതിയ ആളല്ലേ, എന്നെ ഇപ്പോൾ അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. എനിക്കവരെ കൺവിൻസ് ചെയ്യണം. എനിക്കിപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരെയും എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് വേണ്ടത്. മാനേജർ കരുതാണ് ഇദ്ദേഹം എന്താണ് ഈ കരുതുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം അണ്ടർഡോഗ് സിറ്റിയിൽ എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സീനാണ്. എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ ഒത്തുനടുക്കിൽ വിക്കി ഭാസ്കർ അവൻ്റെ സോഡ് മുറിച്ച് നിൽക്കുന്നുണ്ട്. മാനേജറിൻ്റെ പിന്നിലെ 2 പേർ ചോദിക്കാണ്, വൈസ് കൗൺസിൽ എന്താ കരുതുന്നത്? ഈ സിറ്റിയിൽ ഇങ്ങനെ അദ്ദേഹം എന്തിനാണ് നിൽക്കുന്നത്? സിറ്റിയിൽ എല്ലാവരെയും ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് വിക്കി ഭാസ്കർ പറയുന്നത്, ഞാനാണ് നിങ്ങളുടെ പുതിയ വൈസ് കൗൺസിലർ. അവിടെയുള്ള എല്ലാവരും പറയുന്നു, ഇവൻ എത്ര യങ്ങാണ്, എന്നിട്ട് ഇവന് കൗൺസിലറായോ? അവിടെയുള്ള സ്ത്രീകൾ പറയാണ്, ഇവനെ കാണാൻ എന്തൊരു ക്യൂട്ടാണെന്ന്. വിക്കി ഭാസ്കർ സംസാരിക്കാൻ തുടങ്ങുന്നു, ഞാൻ പഴയ റൂൾസിൻ്റെ ഒപ്പം പുതിയ റൂൾസ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു.
അവിടെയുള്ള ആളുകൾ അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്തത്. മാനേജർ പറഞ്ഞു, ഈ പൊട്ടന്മാർ, ഇവർക്കറിയില്ല അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ആരാ വന്നതെന്ന്. ഇദ്ദേഹം ഭാസ്കർവില്ലയിലെ മകനാണെന്ന് അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഇവൻ്റെ സോഡ് എടുത്താൽ തന്നെ ഇവിടെ എല്ലാവരും തല വെട്ടിപ്പോകും. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും ശബ്ദമടക്കി. ചുവാവോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ കുറച്ചും കൂടി നല്ലത് ചുവാവോ വൈസ് കൗൺസിൽ ആവുന്നതായിരുന്നു. ഇവൻ എന്ത് തേങ്ങ ചെയ്യുക. ആ സമയത്താണ് വിക്കി ഒരു റോഡ് എടുത്ത് ഭൂമിയിൽ ആഞ്ഞിഷ് അവൻ്റെ ഫുള്ള് ശക്തിയോടെ തറക്കുന്നത്. ഇത് കണ്ടതും അവിടെ കൂടിയ എല്ലാവരും ഭയം കൊണ്ട് നിന്നു. ഞാനൊരു പുതിയ റൂൾ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ തറച്ച റൂൾ ആരാണ് എടുക്കുന്നത് അയാൾക്ക് ഞാൻ 100 മില്യൺ കോയിൻ തരാം. ഇതേട്ട എല്ലാവരും അന്തം വിട്ടു. ഇവനെന്താ കരുതുന്നത്? എന്ത് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത്? പിന്നീട് നമുക്ക് കാട്ടിത്തരുന്നത് വിക്കി തറച്ച ദണ്ടാണ്.